JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ സർക്കാർ വകുപ്പുകളിൽ സർക്കാർ ഉടമസ്ഥയുള്ള വിവിധ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, അതോറിറ്റി, സൊസൈറ്റികളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള പൊതുപരീക്ഷ ഇന്ന് 26-ാം തീയതി നടന്നു അല്ലേ. രാവിലെ 7:15 മുതൽ 9:15 വരെയായിരുന്നു പരീക്ഷാ സമയം. അപ്പോൾ ആ പരീക്ഷയിൽ 94,970 പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കൺഫർമേഷൻ നൽകിയത് 74,528 പേര് മാത്രമാണ് ഉറപ്പ് നൽകിയത്. അതിൽ തന്നെ 60% മുകളിൽ ഉദ്യോഗാർത്ഥികൾ മാത്രമേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പൊതുവായിട്ടുള്ള അപേക്ഷകരും ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനം നടത്താമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തത്. പൊതുവെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ കൂടുതൽ സമയം ലഭിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി ചെലവഴിക്കുകയായിരുന്നുവെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ലഭിച്ച മാർക്കുകളും അല്ലെങ്കിൽ അവർക്ക് പരീക്ഷയെ സംബന്ധിച്ചുള്ള അവരുടെ വിശദമായ അവലോകനങ്ങളെ കുറിച്ചൊക്കെ അവർ എന്നോട് പറയുകയുണ്ടായി. ഓരോരുത്തരും പൊതുവെ പരീക്ഷ നല്ല എളുപ്പമല്ലായിരുന്നു എങ്കിൽ പോലും പരീക്ഷ എന്നാൽ പ്രയാസമുള്ളതായിരുന്നില്ല എങ്കിൽ പോലും മീഡിയം ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു എന്നുള്ളതാണ് പൊതുവെ അഭിപ്രായം. പല ഉദ്യോഗാർത്ഥികളും ഈ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടുതൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും വിചാരിച്ചു വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, നല്ല കടുപ്പമുള്ള ചോദ്യങ്ങളൊന്നും വരില്ല, സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ പോയവർക്ക് അതൊരു അബദ്ധമായി മാറിയിട്ടുണ്ട്. പൊതുവിജ്ഞാനത്തിന് 40 മാർക്കും പൊതുജനാരോഗ്യത്തിന് 10 മാർക്കും സ്പെഷ്യൽ ടോപ്പിക്സിന് 50 മാർക്കുമാണ് ഉണ്ടായിരുന്നത് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പൊതുവിജ്ഞാനങ്ങളെ സംബന്ധിച്ചും പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡെയിലി റെഫർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നില്ല എങ്കിൽ പോലും സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി പരീക്ഷയുടെ അവസാന ദിവസങ്ങളിൽ മാത്രമാണ് കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രയത്നിച്ചത് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. എന്നാൽ കുറച്ചുകൂടി സമയം അവർ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് പൊതുവെയുള്ള അഭിപ്രായമാണ്. ഇനി നമുക്ക് പരീക്ഷയെ സംബന്ധിച്ച് പരീക്ഷ പൊതുവെ മീഡിയം ലെവലിലുള്ള പരീക്ഷയാണെങ്കിൽ പോലും കൂടുതൽ ഉദ്യോഗാർത്ഥികളും സ്പെഷ്യൽ ടോപ്പിക്സിന് നന്നായിട്ട് ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുവിജ്ഞാനത്തിനാണെങ്കിലും GKയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറിയാൻ വയ്യാത്ത ചോദ്യങ്ങളൊന്നും തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം പറഞ്ഞു. പലരും നെഗറ്റീവ് മാർക്കിനെ വളരെ ഭീതിയോടുകൂടിയാണ് കാണുന്നത്. പല ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നെഗറ്റീവ് മാർക്ക് വരുന്നതുകൊണ്ടാണെന്നുള്ള ഒരു പരീക്ഷയെ കൂടുതലായിട്ട് PSC പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അത് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ അധികം നെഗറ്റീവ് മാർക്കുള്ള കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് പലരും എഴുതിയത്. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ എന്നെ വിളിച്ചവരോടെല്ലാം തന്നെ ഞാൻ പറയുകയുണ്ടായി, അറിയാൻ വയ്യാത്ത ചോദ്യങ്ങളൊന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് അറിയാവുന്നതിന് മാത്രം എഴുതുക. അല്ലാതെ തന്നെ മറ്റുള്ളവർ നമ്മുടെ അടുത്തിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മളെക്കാൾ കൂടുതൽ എഴുതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ അവസാന നിമിഷം വന്ന് ഓടിച്ചിട്ട് കറപ്പിക്കുകയാണെങ്കിൽ അത് മുഴുവൻ തെറ്റായി പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ മുൻകൂട്ടി തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നെഗറ്റീവ് മാർക്ക് വരാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പൊതുവെ അഭിപ്രായം. പക്ഷേ അത് എങ്ങനെയായിരിക്കുമെന്നുള്ള പരീക്ഷയുടെ മാർക്ക് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിലും പൊതുവെ പരീക്ഷ മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നുള്ളതാണ്
സാധാരണഗതിയിൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഓരോ ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്ക് എങ്ങനെ ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനം പ്രതീക്ഷിക്കുകയുണ്ടായി. എന്നാൽ കട്ട് ഓഫ് മാർക്ക് 58-നും 63-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ഓരോ കുട്ടികളുടെയും വിലയിരുത്തൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. എങ്കിൽ പോലും 60-ന് മുകളിൽ മാർക്ക് കിട്ടിയ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ ഏകദേശം 58-നും 63-നും ഒക്കെ ഇടയ്ക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥി അവരവരുടെ മാർക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി PSCയെ സംബന്ധിച്ചിടത്തോളം എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും കട്ട് ഓഫ് മാർക്ക് വ്യത്യാസം ഉണ്ടാകും. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് എത്ര പേരുടെ ലിസ്റ്റ് വിപുലീകരിച്ച് ഇടുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ലിസ്റ്റ് ചുരുക്കാതിരുന്നാൽ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ മാർക്കൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് വിലയിരുത്താൻ സാധിച്ചത്. ഇനി നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ച് ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച മാർക്കിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അവരവർക്ക് ലഭിച്ച മാർക്കുകൾ എത്രയാണെന്ന് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.